കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറയാൻ കഴിയുന്നില്ല. മുസ്ലിം ലീഗിന് അവരുടെ കൊടി പോലും ഉയർത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി. ഇതാണ് അവരുടെ ഐഡിയോളജിക്കൽ എന്താ പറയുക, ഈ പാപ്പരത്വം, അവരുടെ രാഷ്ട്രീയമായ പാപ്പരത്വം തെളിവായി വന്നിരിക്കണം. ആ മുന്നണി എങ്ങനെ നമ്മൾ ക്രെഡിബിളായി വിശ്വസിക്കും? ഞാനിപ്പോൾ നിൽക്കുന്നത് LDFിൻ്റെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, അദ്ദേഹം ജയിക്കുമെന്ന് തന്നെയാണ് CPMൻ്റെ മുതിർന്ന നേതാക്കൾ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും മലപ്പുറം ജില്ലയിലെ മലപ്പുറം ലോക്സഭാ മണ്ഡലം, പൊന്നാനി ലോക്സഭാ മണ്ഡലം വിജയിക്കും. തീർച്ചയായും ജനങ്ങൾ LDFിനൊപ്പം നിൽക്കുമെന്നാണ് LDFിൻ്റെ പ്രതീക്ഷ. മാത്രമല്ല, അവർ അസന്ദിഗ്ധമായി വ്യക്തമാക്കുന്നത് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, പൊതുപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ, നേതാക്കളുടെ അഭിപ്രായങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ചാനലിലൂടെ പ്രേക്ഷകരിലെത്തിക്കുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് വേനൽ ചൂടിനേക്കാൾ കാഠിന്യമേറി തുടങ്ങി. പത്രികാ സമർപ്പണം പൂർത്തിയാവുന്നതോടെ പ്രചരണം വീണ്ടും കൊഴുക്കും. തിരിച്ചുവരവിനായി ഒന്നിച്ചു കൈകോർത്ത് ഇന്ത്യ മുന്നണിയും കേന്ദ്രഭരണം മൂന്നാം വട്ടവും കൈപ്പിടിയിലൊതുക്കാമെന്ന ശുഭപ്രതീക്ഷയിൽ BJP നേതൃത്വം നൽകുന്ന NDAയും കളം നിറഞ്ഞ് പോരാടുമ്പോൾ രാജ്യമെമ്പാടും പോരാട്ടം കടുത്തു തുടങ്ങി. കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ നേട്ടത്തിനപ്പുറം 20 സീറ്റും സ്വന്തമാക്കാമെന്ന സ്വപ്നവുമായി UDFും കൈവിട്ടതുൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ കോട്ടകളും കൂടുതൽ മണ്ഡലങ്ങളും തിരിച്ചുപിടിക്കാൻ മുതിർന്ന നേതാക്കളെ വരെ കളത്തിലിറക്കി LDFും കളം നിറഞ്ഞ് പോരാടുമ്പോൾ വോട്ടർമാർ ആരെ തുണയ്ക്കുമെന്ന കാര്യം കണ്ടറിയുക തന്നെ വേണം. മലപ്പുറം ജില്ല എന്നും മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ അവകാശവാദം. എന്നാൽ പതിയെ തുടങ്ങി പോരാട്ടം കടുപ്പിച്ച് കോട്ടയിളക്കിയ TK ഹംസയെ ലീഗ് പ്രവർത്തകർ അത്ര എളുപ്പം മറക്കാനിടയില്ല. ശ്രമിച്ചാൽ ഏത് കോട്ടയും ഇളകുമെന്ന് കാലം തെളിയിക്കുകയായിരുന്നു. വേനൽ ചൂടിനെ വെല്ലുന്ന പ്രചാരണ ചൂടിൽ UDFും LDFും NDAയും പോരാട്ടം കടുപ്പിക്കുമ്പോൾ ഫലം ഒരുപക്ഷെ പ്രവചനാതീതമായേക്കും. നേതാക്കളുടെ മനസ്സറിയാനും അഭിപ്രായം തേടാനും മാത്രമല്ല, ജനമനസ്സിൽ എന്തെന്ന് തിരിച്ചറിയാനും ഞങ്ങളുമുണ്ട്. UDFും LDFും നേർക്കുനേർ പോരാടുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിന്റെ സാധ്യതകൾ അറിയുന്നതിനാണ് ഞങ്ങൾ മുൻ MLAയും മുതിർന്ന CPM നേതാവുമായ V ശശികുമാറിനെ സമീപിച്ചത്. ചോദ്യങ്ങളോട് കരുതലോടെ പ്രതികരിച്ച അദ്ദേഹം ഇടതുപക്ഷത്തിന് ഇത്തവണ വലിയ സാധ്യതകളുണ്ടെന്ന് തെളിവുകൾ നിരത്തി വിശദീകരിച്ചു. ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഇടതുപക്ഷത്തെ അവർ രക്ഷകരായി കാണുന്നുണ്ടെന്നും കോൺഗ്രസും ലീഗും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോകുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറത്ത് ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി ഇന്നലെ വയനാട്ടിൽ വന്ന് അദ്ദേഹത്തിൻ്റെ വലിയ പര്യടനം നടത്തും. പക്ഷെ ആ പര്യടനത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? ഒരു ഐഡിയോളജിക്കൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിലായിട്ടുള്ള എല്ലാ കെട്ടുപാടുകളും അവിടെ പൊളിഞ്ഞു. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറയാൻ കഴിയുന്നില്ല. മുസ്ലിം ലീഗിന് അവരുടെ കൊടി പോലും ഉയർത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായി. ഇതാണ് അവരുടെ ഐഡിയോളജിക്കൽ എന്താ പറയുക, ഈ പാപ്പരത്വം, അവരുടെ രാഷ്ട്രീയമായ പാപ്പരത്വം തെളിവായി വന്നിരിക്കണം. ആ മുന്നണി എങ്ങനെ നമ്മൾ ക്രെഡിബിളായി വിശ്വസിക്കും? ഈ ഇലക്ഷൻ മതന്യൂനപക്ഷങ്ങളുടെ സ്വത്തിനും ജീവനും ഭാവിക്ക് നേരെ വെല്ലുവിളി ഉയർന്ന ഒരു ഇലക്ഷനാണ്, പൗരത്വ പ്രശ്നം ഉൾപ്പെടെ. അപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും എന്തെല്ലാം നിലപാടെടുത്താലും ഇന്ത്യയിലെ മതേതര വിശ്വാസികൾ, കേരളത്തിലെ മതേതര വിശ്വാസികൾ, മലപ്പുറത്തെ മതന്യൂനപക്ഷങ്ങൾ അവർക്ക് വിശ്വസിക്കാവുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായി ഇടതുപക്ഷത്തെ സ്വീകരിക്കും. അതിൻ്റെ ബലത്തിലായിരിക്കും വസീഫ് മലപ്പുറത്തു നിന്നും പൊന്നാനിയിൽ നിന്ന് KS ഹംസയും വിജയിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. മലപ്പുറത്തും പൊന്നാനിയിലും LDF വിജയിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ അദ്ദേഹം ഇടതുപക്ഷത്തിന് നിർണായക സ്വാധീനമുള്ള ഒരു ഭരണമാവും കേന്ദ്രത്തിൽ വരികയെന്ന പ്രതീക്ഷയും ഞങ്ങളുമായി പങ്കുവച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലെ ഒരു തിരുത്തൽ ശക്തിയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയും എന്ന് പറയുന്ന വിശാല ജനാധിപത്യ വേദിയും ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തിരുത്തൽ ശക്തിയും
ഇത് രണ്ടും കൂടി ചേരുമ്പോഴായിരിക്കും ഇന്ത്യയിൽ ഒരു ആൾട്ടർനേറ്റീവ് ഗവൺമെൻറ് രൂപം കൊള്ളാനിടയാവുക. അതാണ് 2004 ചരിത്രം. അതുകൊണ്ടാണ് ഇടതുപക്ഷം കേരളത്തിൽ ജയിക്കണമെന്ന് ഞങ്ങൾ ഊന്നി പറയുന്നത്. വിശാലമായ അർത്ഥത്തിൽ ഇന്ത്യയിലെ ഇന്ത്യ സഖ്യം രാജ്യത്തിൻ്റെ ഓരോ സംസ്ഥാനത്തും രൂപപ്പെട്ടു വരുന്നുണ്ട്, ഓരോ രീതിയിലാണ്. അത് വളർന്നു വരണം. പക്ഷേ ആഫ്റ്റർ ഇലക്ഷൻ ഇന്ത്യയിൽ അതിനെ ഫോക്കസിലേക്ക് എത്തിക്കാൻ യാതൊരുവിധ മറ്റ് കക്ഷി രാഷ്ട്രീയ താല്പര്യവും വെച്ച് പുലർത്താത്ത ഇടതുപക്ഷമായിരിക്കണം ഇന്ത്യയിൽ ഫോഴ്സായി വരേണ്ടത്. അവരുടെ ഒരു ക്യാമ്പാണ് കേരളം. ആ നിലയിലാണ് ഇടതുപക്ഷത്തെ കേരളത്തിൽ ജയിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതെ, പ്രതീക്ഷകൾക്ക് ഇടതുപക്ഷ മനസ്സുകളിൽ ചുവപ്പ് നിറമാണ്. നിറമുള്ള സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചാൽ പ്രതീക്ഷകളുമായി പറന്നുയരാം. ഫലം വരുവോളം കാത്തിരിപ്പ് തുടരണം. സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങളല്ല, മറിച്ച് യാഥാർത്ഥ്യങ്ങളായിരുന്നുവെന്ന് കാലം തെളിയിക്കട്ടെ. തെരഞ്ഞെടുപ്പ് പ്രചാരണം കളം നിറഞ്ഞുള്ള മത്സരത്തിലേക്ക് കടന്നിരിക്കുന്നു. LDFും UDFും ശക്തമായ പോരാട്ടത്തിലാണ്. ആര് ജയിക്കുമെന്നുള്ളത് കാര്യം പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണെന്ന് LDF നേതാക്കൾ പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് വിധി ആർക്ക് അനുകൂലമായാലും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിൽ അതിന് ഏറ്റവും ഉചിതമായ ജനപ്രതിനിധികൾ പെടട്ടെ എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ക്യാമറാമാൻ സുനിൽ മോഹനോടൊപ്പം ജബ്ബാർ, ചാനൽ 10 ന്യൂസ്, പെരിന്തൽമണ്ണ. ആഘോഷങ്ങളെ വരവേൽക്കാം അറ്റ്ലസിനൊപ്പം. അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം 50 LED ടിവികൾ. ഈ ഓഫർ മാർച്ച് 20 മുതൽ ഏപ്രിൽ 20 വരെ മാത്രം. വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ, വിഷു, റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു. അറ്റ്ലസ്, അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ.